എല്ലാവർക്കും നമ്മുടെ സ്വന്തം മാർസി ഗാർഡനിലേക്ക് സ്വാഗതം. നമ്മുടെ ഫ്ലവറുകളൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നു. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഫ്ലവറുകൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസം എന്ന് ഞാൻ പറയുന്ന വേറൊന്നുമല്ല കേട്ടോ, ഉണ്ടാകും, അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ നിങ്ങളാരും പറയുന്നില്ലല്ലോ. നമ്മൾ പറയുന്ന ഫെർട്ടിലൈസർ അത് ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്നും ഒരു ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ആരും പറയുന്നില്ല. അപ്പൊ പിന്നെ എനിക്ക് വിശ്വസിക്കാനല്ലേ പറ്റുള്ളൂ. എൻ്റെ വിശ്വാസം അതാണ്, എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളാരും ഒന്നും പറയില്ല, പിന്നെ എനിക്കങ്ങ് വിശ്വസിക്കാം. എന്നുവെച്ചാൽ എൻ്റെ വിശ്വാസം തെറ്റുകയില്ല. ഞാൻ ചെയ്തിട്ട് എനിക്ക് സക്സസ് ആണ്. അപ്പൊ പിന്നെ എൻ്റെ വിശ്വാസം എങ്ങനെയാ തെറ്റുന്നത്? എവിടെയെങ്കിലും എനിക്ക് ഫ്ലോപ്പ് ആയെങ്കിലല്ലേ ഓർക്കുള്ളൂ നിങ്ങൾക്കും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കാണുമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ഒരു 1-2 ദിവസം കൊണ്ടല്ല നമുക്ക് അതിന്റെ റിസൾട്ട് വരുന്നത് കേട്ടോ. ഇപ്പൊ എന്താന്ന് ഞാൻ പറയാം. നമുക്ക് ഇച്ചിരി ശ്രദ്ധ വേണ്ട പ്ലാന്റ് ആണെന്ന് അറിയാലോ, ഫലനോസിസ് അല്ലേ? ഇതൊക്കെ നമുക്ക് സെയിലിന് വന്നിട്ട് എടുത്ത് പാക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ ഒരാൾക്ക് 4 വേണമെന്ന് പറഞ്ഞത് പാക്കിനായിട്ട് എടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫലനോസിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന്. എപ്പോഴും പറഞ്ഞ പോലെ ആവശ്യക്കാർ കാണുക, നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇത് കണ്ടോ, എൻ്റെ ഒരു ഫലനോസിസ് പ്ലാന്റ്. അവനെന്തോ ഫംഗസ് ബാധിച്ച് അവൻ്റെ നാമാവിശേഷമായി കിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനെ നമുക്ക് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അവനെ നമുക്ക് വളർത്തിയെടുക്കണ്ടേ. നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന പ്ലാന്റുകളൊക്കെ ഇങ്ങനെ അതിൻ്റെ പണിക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇന്ന് അതെങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവനെ ആ പോട്ടിൽ നിന്ന് അവനെ അങ്ങ് പൊക്കിയെടുക്കുക. ഈ ഉണങ്ങിയ റൂട്ടുകളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമുക്കത് കിട്ടിയിരിക്കുന്ന ഇത്രയാണ്. ഇനി ഇത് നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് ശ്രദ്ധിച്ച് നിങ്ങൾ കാണുക. ഇതിന്റെ മുറിപ്പാടിലെ കണ്ടോ, മുറിവ് കണ്ടോ, ആ മുറിവിലൊക്കെ നമുക്ക് സാധാരണ ചിലര് നമ്മുടെ എന്താണ് പറയുന്നത്, മെഴുകുതിരി ഒഴിക്കും, സാഫ് കലക്കത്തേക്കും. ഞാനിപ്പോൾ ഇവിടെ തേക്കാൻ പോകുന്നത് ക്യൂടെക്സ് ആണ് കേട്ടോ. എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ആ പച്ചപ്പുറത്തെല്ലാം ക്യൂടെക്സ് തേച്ച് വിടണം. ഞാൻ ഇവിടെ ആ പച്ചപ്പുറത്തെല്ലാം ക്യൂടെക്സ് തേച്ചിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് ഫംഗസ് കയറരുത്. ഇനിയിപ്പം നമുക്ക് ഇതിനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വിടണം. അപ്പം നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം ഇവനെ നമുക്ക് മാറ്റി വെക്കാം. ഇവിടെ ഞാൻ ഒരു പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പൗഡർ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇടണം. അടുത്ത് തന്നെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു സ്ട്രെയിറ്റ്നറും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഈ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം ഇവനെ അതിൻ്റെ ആ വഴിക്കൊന്ന് വിട്ടേക്കണം. എന്നുവെച്ചാൽ അതൊന്ന് അലിഞ്ഞു വരണം. ഇത് വേറെ ഒന്നുമല്ല ഈ പൗഡർ കേട്ടോ. വലിയ മൃതസഞ്ജീവിനി ഒന്നുമല്ല. ഇത് നമ്മുടെ കറുവാപ്പട്ട പൊടിച്ചതാണ്. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അവനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് സിസേഴ്സ് ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് മതി. ഇളക്കി കൊടുത്താൽ അടിഞ്ഞു വരട്ടെ കേട്ടോ. എന്നിട്ടാണ് നമുക്ക് അടുത്ത പരിപാടികൾ. ഇത് ഇനി നമ്മളതൊക്കെ റെഡിയാക്കി. ഇത് അരിക്കുന്നെന്ന് പറഞ്ഞാൽ വേറൊന്നിനുമല്ല, എന്നാലേ അത് ആ വെള്ളത്തിലേക്കൊന്ന് മിക്സ് ആയി കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതങ്ങ് പൊങ്ങിക്കിടക്കും. ഫൈൻ പൗഡർ അല്ലേ, നന്നായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ. അതുകൊണ്ടാണ് സ്റ്റെറിലൈസർ ഇട്ട് ഇതിനകത്തിട്ട് അരിച്ചരിച്ച് അതിനകത്ത് ഒഴിക്കുമ്പോഴത്തേന് കണ്ടോ വെള്ളത്തിൽ കറുവാപ്പട്ട നന്നായിട്ട് അലിഞ്ഞു ചേർന്നു. പിന്നെ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്തിടണം. അവിടെ ഏതൊക്കെ ഇടന്ന് നല്ല രീതിയിലൊന്ന് മുങ്ങിയിട്ട് കുതിർന്ന് വരണമെന്ന് കേട്ടോ. ഇപ്പൊ വെച്ചാൽ അതങ്ങനെ ആ ഒരു ഇതായിട്ട് കിടക്കുമല്ലേ, ഇതിപ്പോ അങ്ങ് താന്ന് പൊക്കോളൂ. അവനെ അതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് അതിന് ശേഷം ആണ് ഇനി നമുക്ക് അടുത്ത പരിപാടി. ഇത് നല്ല രീതിയിൽ നമുക്ക് ഈ പ്ലാന്റ് പിടിച്ചു കിട്ടും കേട്ടോ. ഒത്തിരി കണ്ടമാനം പോയി ഒന്നും ഒരു പച്ചപ്പ് പോലും ഇല്ലെങ്കിൽ ഇത് കിട്ടില്ല. പച്ചപ്പ് വേണം. ഇപ്പം അതാണ് ഞാൻ പച്ചപ്പുള്ള സ്ഥലത്താണ് ഞാൻ അതിന് ആ ക്യൂടെക്സ് തേച്ചത്. എന്ന് വെച്ചാൽ അവിടെ കയറി ഫംഗസ് ഒന്നും പിടിക്കരുത്. വെള്ളമൊക്കെ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പണിയാകും. അപ്പൊ ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് കുതിർന്നതിന് ശേഷം നമ്മളൊരു 10-20 മിനിറ്റ് ഈ വെള്ളത്തിലേക്ക് അതങ്ങ് ഇട്ട് വെച്ചേക്കുക. അപ്പൊ അത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. അതിനുശേഷമാണ് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ അടുത്തൊരു പരിപാടി കുറച്ച് സാധനങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? നമ്മളൊരു ജാർ എടുത്തിട്ട് അത് ഹോൾ ഇട്ട് വെച്ചിരിക്കുക കേട്ടോ. ഹോൾ നിങ്ങളെ കാണിക്കണമല്ലോ. ഇത് കണ്ടോ, ഹോൾ കണ്ടോ? ഇതുപോലെ ഇതിനൊരു 3-4 ഹോൾ ഇട്ടു കണ്ടോ.
ഹോള് കാണാമല്ലോ അല്ലേ? ഞാനിങ്ങനെ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് കാണണമല്ലോ, അതിനാണ് ഈ ഹോൾ തപ്പിയിട്ട് കാണുന്നില്ല. ഞാൻ കാണുന്നുണ്ട്, ക്യാമറയിൽ കാണുന്നില്ല കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒരു 3-4 ഹോൾ അവിടെ ഇവിടെയൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിന്റെ. പിന്നെ ഉള്ളത് പോട്ട് മിക്സ്. പോട്ട് മിക്സ് എടുത്തിരിക്കുന്നത് കരിയാണ്. ഒരു 2-3 കരി മതി കേട്ടോ. 2-3 കഷ്ണം കരി നമ്മൾ ഈ പോട്ടിന്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഞാൻ ഇരിക്കുന്ന ഫാഗ്നം മോസാണ്. അതായത് നമ്മുടെ ഫെറലോസിസ് വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇത് സാഫിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കുറച്ചു നേരം വെച്ചിട്ട് അവനെ ഒന്ന് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ പ്ലാന്റ് എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഇതിനകത്തേക്ക് കുറച്ചുകൂടെ നമ്മൾ ഈ ഫാഗ്നമോസ് തന്നെ അതിന് ചുറ്റും വെച്ച് കൊടുക്കുക. അതിനുശേഷം നല്ല തണലുള്ള സ്ഥലം കേട്ടോ, വെയിലത്ത് കൊണ്ട് വെക്കരുത്, തണലത്ത് ഇതുപോലെ അടച്ചങ്ങ് വെക്കുക. എന്നിട്ട് ഡ്രൈ ആകുന്ന അനുസരിച്ചിട്ട് അതിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നും വെള്ളം ഒഴിക്കരുത്, നിങ്ങൾ ഡ്രൈ ആകുന്ന അനുസരിച്ച് മാത്രം ഇത് ഇട്ട് കൊടുത്താൽ, അതായത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം കറ്റാർവാഴ ഞാൻ പറഞ്ഞുതരാം. ഇത് ഇരിക്കട്ടെ. ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഇതെന്തായാലും ഇതിങ്ങനെ നിങ്ങളെ ഞാൻ വീഡിയോ എനിക്ക് ഇടാൻ പറ്റുകയില്ലല്ലോ. ഇത് സക്സസ് ആയിട്ട് വേണ്ടേ നിങ്ങളെ കാണിക്കാൻ. അപ്പം ഇനി ഇവിടെ ഇരിക്കട്ടെ. അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന ഈ പ്ലാന്റിന് ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഡ്രൈ ആകുന്നതനുസരിച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് മറന്നു പോകരുത് നിങ്ങളാരും. ഇടയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം എല്ലാ ദിവസവും നിങ്ങളെ വീഡിയോ അത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലെങ്തി ആയി പോകുമല്ലോ. ഇപ്പം നമ്മളൊരു മെയിൻ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്, അത് സക്സസ് ആക്കണ്ടേ. അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആ പോട്ട് മിക്സ് ഫുള്ള് നനയണം കേട്ടോ. ഇത് മുഴുവൻ നനയുന്ന രീതി ഇത് കൊടുക്കുക. ഇപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പ്ലാന്റ് പതുക്കെ ഉണങ്ങിയ ഇതൊക്കെ മാറിയിട്ട് പച്ചപ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചെയ്യുന്നത് സക്സസ് ആകുന്നുണ്ടെന്നുള്ളതാണ് അതിനൊരു ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമില്ലേ. നമ്മൾ ഇത്രയും പ്രതീക്ഷിക്കാതെ ഇത്രയും ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ സക്സസിലേക്ക് എത്തുമ്പോഴത്തേന് നമുക്കൊരു നല്ല ഒരു സന്തോഷം ഉണ്ടാകും അല്ലേ. ഇപ്പം നമ്മൾ തുടങ്ങിയിട്ടൊരു 3 മാസം കഴിഞ്ഞു പരിപാടി. ഇത് എത്ര മാസം എടുക്കുമെന്നറിയില്ല ഇതൊരു സക്സസിലേക്ക് എത്താനായിട്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. വീണ്ടും ഇത് അടച്ച് പഴയ പോലെ വെക്കണം. വീണ്ടും ഇങ്ങനെ ഈ ഒരു കവറിങ്ങിൽ വേണം നമ്മളിത് വെക്കാൻ കേട്ടോ. അതും മറന്നു പോരുത്. നിങ്ങൾ വെള്ളം സ്പ്രേ ചെയ്തതിന് ശേഷം അതങ്ങ് മാറ്റി വെക്കരുത്. ഈ ഒരു കവറിങ് അത്യാവശ്യമാണ്. ഞാനത് നമ്മുടെ പ്ലാന്റ് റെഡി ആകുന്നിടം വരെ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സക്സസിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് ഏകദേശം ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ ആ മൂടി തുറക്കാതെ തന്നെ നിങ്ങൾക്ക് ഏകദേശം അതൊരു പിടി കിട്ടുമായിരിക്കും അല്ലേ. അപ്പം നമ്മളുടെ ഈ ഒരു ജേർണി 4 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടിയിരിക്കുകയാണ്. ആ ഒരു സന്തോഷം അതായത് അനുഭവിക്കണം. അനുഭവിക്കാതെ പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാവുകയില്ല. അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ ഈ മൂടി തുറക്കാൻ പോവുകയാണ്. നിങ്ങളും ഒക്കെ ഞെട്ടാൻ റെഡി ആയിക്കോളുക കേട്ടോ. ഇതിപ്പോ ആദ്യമേ ഈ വീഡിയോ കണ്ടോണ്ടിരുന്നവരൊന്നും ഇത്രയും പ്രതീക്ഷിച്ച് കാണുകയില്ലല്ലോ. ഇത് ഒരെണ്ണം ഞാൻ ചെയ്ത് എനിക്ക് സക്സസ് ആയതിനു ശേഷമാണ് ഞാൻ ഈ ഒരു ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആയെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളൂ. അല്ലാതെ നിങ്ങളുടെ സമയം മെനക്കെടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് കൊണ്ട് എനിക്കറിയാം, ഉറപ്പായിരുന്നു ഇത് സക്സസിലേക്ക് എത്തുമെന്ന്. ഓൾറെഡി ഞാൻ വിജയിച്ചതാണ്. അപ്പൊ ഞാൻ ചുമ്മാ ആദ്യം തന്നെ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളെ കാണിച്ചിട്ട് കാര്യമില്ല. അത് ഇടയ്ക്ക് ഫ്ലോപ്പ് ആയി പോയാലും ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ മൂടി തുറക്കാൻ പോവുകയാണ് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ. എങ്ങനുണ്ട്? എന്തു തോന്നുന്നു? എന്തു പറയുന്നു? ഈ ഒരു വീഡിയോക്കെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ കമന്റിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ആർ സി ഗാർഡൻ എന്ന ഫാമിലിയിൽ ഒരു അംഗമാവുക. അപ്പം നമ്മുടെ ജേർണി 4 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പൊ ഇനി ഇത് സാധാരണ പോലെ, ഇനി ഇത് മൂടിയൊന്നും വെക്കണ്ട. ഇത് സാധാരണ പോലെ നമ്മൾ കെയർ ചെയ്താൽ മതി കേട്ടോ. ഇനി അതിന്റെ കവറിംഗ് ഒക്കെ നമുക്ക് മാറ്റാം. കവറിംഗ് ഒന്നും ഇതിന് ആവശ്യമില്ല ഇനി. അപ്പോൾ വീണ്ടും
മറ്റൊരു ഗുണകരമായ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്താമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കുകയാണ്.